CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരം വെള്ളിയാഴ്ച ഒരുക്കങ്ങൾ പൂർത്തിയായി. കൂട്ടിയെഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ തലയെടുപ്പുള്ള 38 ഗജവീരന്മാർ അണിനിരക്കും. ചാലിശ്ശേരി മുലയമ്പറമ്പത്തുകാവ് പൂരാഘോഷത്തിന്റെ ഭാഗമായി കരിപ്പാലീസ് ന്യൂ ലൈറ്റ് കമ്മിറ്റി ഒരുക്കിയ 4 കിലോമീറ്റർ വൈദ്യുത ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ നടന്നു. ചാവക്കാട് മണത്തല അയിനിപ്പുള്ളിയിൽ കട കുത്തിപ്പൊളിച്ച് മോഷണശ്രമം. കാണംകോട്ട് സ്കൂളിന് സമീപമുള്ള ഫുഡ് പ്ലാസ എന്ന ഹോട്ടലിലാണ് കവർച്ചാശ്രമം നടന്നത്. ചാവക്കാട് പോലീസിൽ പരാതി നൽകി. ചൂണ്ടൽ വെട്ടുകാട് മേഖലയിൽ കേരള വിഷൻ CCTV കേബിളുകൾ വ്യാപകമായി പൊട്ടി. ഒരാഴ്ചക്കിടെ മേഖലയിൽ കേബിൾ പൊട്ടി ഇന്റർനെറ്റ് കേബിൾ TV സർവീസുകൾ തകരാറിലാവുന്നത് രണ്ടാം തവണ. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ തൃശൂർ ജില്ലാ സോണൽ കൺവെൻഷൻ വടക്കാഞ്ചേരിയിൽ നടന്നു. സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ COA സംസ്ഥാന പ്രസിഡന്റ് പ്രവീൺ മോഹൻ ഉദ്ഘാടനം ചെയ്തു. ഇടിയഞ്ചിറ റെഗുലേറ്ററിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി ലക്ഷങ്ങൾ ചിലവഴിച്ച് താൽക്കാലികമായി നിർമ്മിച്ച ബണ്ട് തകർന്നു. വ്യാഴാഴ്ച പുലർച്ചെയാണ് ബണ്ട് തകർന്നത്. ഇതോടെ റെഗുലേറ്ററിന്റെ നിർമ്മാണം പ്രതിസന്ധിയിലായി. ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജിൽ ദ്വിദിന ദേശീയ സെമിനാറിന് തുടക്കമായി. ഇന്ത്യൻ കൗൺസിൽ ഓഫ് സോഷ്യൽ സയൻസ് റിസർച്ചുമായി സഹകരിച്ച് സംഘടിപ്പിച്ച ദേശീയ സെമിനാറിന്റെ ഉദ്ഘാടനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മലയാളം വിഭാഗം പ്രൊഫസർ ഡോക്ടർ P. സോമനാഥൻ നിർവഹിച്ചു. ആംബുലൻസും സ്കൂട്ടറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ സ്കൂട്ടർ യാത്രിക മരിച്ചു. ഗുരുവായൂർ കിഴക്കേനട മാവിൻചോട് ജംഗ്ഷനു സമീപം കഴിഞ്ഞ ദിവസം വൈകിട്ട് 6:30യോടെയായിരുന്നു അപകടം. കേച്ചേരി ചെറനെല്ലൂർ കോഴിശ്ശേരി 48 വയസ്സുള്ള ലക്ഷ്മിയാണ് മരിച്ചത്. മണത്തല വിശ്വനാഥ ക്ഷേത്രോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി CK നാരായണൻകുട്ടി കൊടിയേറ്റം നിർവഹിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കുന്നംകുളം ബ്ലോക്ക് വാർഷിക സമ്മേളനവും പുസ്തക പ്രകാശനവും നടന്നു. കവിയും ഗാനരചയിതാവുമായ റഫീഖ് അഹമ്മദ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. വടക്കേക്കാട് കപ്ലിയങ്ങാട് ശ്രീ ഭഗവതി ക്ഷേത്രം കുംഭഭരണി മഹോത്സവം മാർച്ച് 2 മുതൽ 5 വരെയുള്ള ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടി ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എരുമപ്പെട്ടി മങ്ങാട് മാങ്ങാട്ടുകാവ് ശ്രീ അയ്യപ്പൻ ഭഗവതി ക്ഷേത്രത്തിലെ കുംഭഭരണി കുതിരവേലയുടെ പറപുറപ്പാട് നടന്നു. ചൂണ്ടൽ സെന്റ് ജോസഫ്സ് ആശുപത്രിയുടെ 56ാം വാർഷികവും നാഷണൽ അക്രഡിറ്റേഷൻ ബോർഡ് ഫോർ ഹോസ്പിറ്റൽസ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് അച്ചീവ്മെന്റ് കരസ്ഥമാക്കിയതിന്റെ ആഘോഷവും നടന്നു. ചാലിശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തിയ പഠനോത്സവം 2025 പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് കുട്ടൻ ദീപശിഖ തെളിയിച്ച് ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് അൻസാർ സ്കൂൾ ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ 24ാമത് വാർഷികാഘോഷം വിസ്മയം 2K25 എന്ന പേരിൽ ആഘോഷിച്ചു. മുസ്ലിം ലീഗ് ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചാരമുക്കിൽ പൊതുജനങ്ങൾക്കു വേണ്ടി കൊടിവെള്ളക്കൂജ സ്ഥാപിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.